ഞാൻ സ്നേഹത്തോടെ തയ്യാറാക്കിയത് ദൈവകൃപയാൽ നയിക്കപ്പെട്ടത് എന്റെ അടുക്കളയിൽ നിന്നും നിങ്ങളുടെ ഹൃദയത്തിലേക്ക്. ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ടാണ് ഒരു 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 2 മാഗിയുടെ 2 ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി ബിരിയാണി മസാല എടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും തൈരും മാത്രമേ എടുത്തിട്ടുള്ളൂ. ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു 2 മണിക്കൂർ വെക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പൊ ബിരിയാണിക്ക് ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സ്പൈസസ് മൂത്തപ്പോൾ ഞാൻ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുത്തു. ഇഞ്ചിയും വെളുത്തുള്ളിയും പതിയെ ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള സവോള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവോള ഞാൻ വളരെ പൊടിയായി അരിഞ്ഞതാണ്. സവോള മൂത്തപ്പോൾ ഞാൻ ഇതിലേക്ക് മസാലയ്ക്കായിട്ട് കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മസാല നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 3 തക്കാളി അരച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കും. ഇനി ഈ ചിക്കൻ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ബിരിയാണിക്കുള്ള ചിക്കൻ അരിയിരുന്ന് വേകുന്നുണ്ട്. നമുക്ക് വേറൊരു അടുപ്പിലേക്ക് നമുക്ക് അതിനുള്ള റൈസ് റെഡിയാക്കാം. നെയ്യ് ഒഴിച്ച് സ്പൈസസ് മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് ഒരു സവോള അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇച്ചിരി മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് സവോള എല്ലാം സ്പൈസസ് എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. 1 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. 4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഇതുകൊണ്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഉള്ള ഉപ്പും നാരങ്ങാനീരും ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ അരി നല്ലപോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. 5 മിനിറ്റിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഫ്ലെയിം വളരെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 5 മിനിറ്റും കൂടി ഇട്ടതിന് ശേഷം ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും തുറന്ന് നമുക്കിത് ദം ചെയ്തെടുക്കും. അതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒട്ടും വെന്ത് പോയിട്ടൊന്നുമില്ല. ഞാൻ ഈ ട്രേയിലേക്കാണ് ദം ചെയ്യുന്നത്. ഇതിലേക്ക് ഞാൻ ഇച്ചിരി മല്ലിയിലയും പുതിനയിലയും നിരത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ റൈസ് ഇട്ടതിന് ശേഷം ഈവനായിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഗാർണിഷിന് വേണ്ടി ഞാൻ സബോള ചെറുതായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഏകദേശം ഒന്ന് മൂത്തിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം. മുന്തിരി മൂത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കുണ്ടല്ലോ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഈ മഞ്ഞൾപ്പൊടിയും ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് ആ ബിരിയാണിയുടെ മുകളിലേക്ക് ഒഴിച്ച് ഗാർണിഷ് ചെയ്യാം. നല്ലൊരു കളറും നല്ലൊരു സ്മെല്ലും ഉണ്ടാവും ഇങ്ങനെ ഗാർണിഷ് ചെയ്യുമ്പോഴേക്കും. ഉണ്ടോ? ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ബിരിയാണിയാണ്. ഗോഡ് ബ്ലെസ് യു.